Once again, welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. ഇപ്പൊ ഞാൻ ഇന്ന് വന്നത് എന്താണ്, തമ്മിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് YT സ്റ്റുഡിയോയിലുള്ള ഒരു പ്രശ്നം. അതെന്താണ് പ്രശ്നം എന്ന് നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു വീഡിയോ കാണണം. ഓക്കെ, അപ്പം ഇനി നിങ്ങൾ യൂട്യൂബർ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരിചയമുള്ള യൂട്യൂബേഴ്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഭാവി യൂട്യൂബർ ആവോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു വീട്ടിലൊരു യൂട്യൂബർ എന്നൊരു അവസ്ഥ വന്നു ഈ കൊറോണ വന്നപ്പോൾ. അതുപോട്ടെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് എല്ലാ യൂട്യൂബർമാരും ഉപയോഗിക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഇത്, YT സ്റ്റുഡിയോ. ഗൂഗിളിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്, യൂട്യൂബിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ്. പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പൊ നമുക്ക് ഒരു കമന്റ്, കാരണം എല്ലാ യൂട്യൂബർമാരും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. നമുക്കിപ്പോ ഒരു 1000 കമന്റ് വന്നാൽ പോലും നമ്മൾ അതിന് മറുപടി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ലൈക്കും ഒരു ഹാർട്ടും കൊടുക്കണം. ഞാൻ മാക്സിമം ചെയ്യാറുണ്ട്. ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സും അങ്ങനെ ചെയ്യണം, എന്നാൽ മാത്രമേ അവർ പിന്നെയും കാണുള്ളൂ. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ഒരു പ്രശസ്ത യൂട്യൂബറിന്റെ ചാനലിലെ കമന്റ് ഇട്ട് അവർ റെസ്പോണ്ട് ചെയ്താൽ നമുക്ക് എന്ത് സന്തോഷം അറിയും. അതേപോലെ എൻ്റെ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ഒരു ബഗ് ആണെന്നാണ് എല്ലാവരും എന്നോട് ചോദിച്ചത്. ബഗ്ഗോ എററോ ഒന്നും അല്ല, അത് എന്താണ് കാര്യം എന്ന് ഞാൻ പറഞ്ഞിട്ട്, യൂട്യൂബിൽ YT സ്റ്റുഡിയോയിൽ നമുക്ക് വന്ന ഒരു കമന്റിന് നമ്മൾ തിരിച്ച് മറുപടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കമന്റ് കാണില്ല. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണ് എന്നോട് കുറെ പേര് ചോദിച്ചത്. അപ്പൊ അത് ഇഷ്യൂ ഒന്നുമല്ല, അതെന്താണെന്ന് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കി, ഈ ഒരു സ്ക്രീൻ നിങ്ങൾ ഓപ്പൺ ചെയ്യാം. അപ്പൊ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും, കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമ്മൾ YT സ്റ്റുഡിയോന്റെ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കുറെ കമന്റ് സെക്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു കമന്റിന് നമ്മൾ ഒരു മറുപടി കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ കമന്റ് അവിടെ കാണുന്നില്ല. അതാണ് ഇപ്പൊ വന്ന പ്രശ്നം. താങ്ക് യു എന്നുള്ളൊരു കമന്റ് ഞാൻ അവിടെ കൊടുക്കണം. അപ്പൊ നിങ്ങൾക്ക് കാണാം, താങ്ക് യു എന്നുള്ളൊരു കമന്റ് ഞാൻ അവിടെ കൊടുക്കുമ്പോൾ ആ ഒരു താങ്ക് യു എന്ന് കൊടുത്തതും പിന്നെ എനിക്ക് വന്നൊരു കമന്റും അവിടെ കാണാണ്ടേയിപ്പോയി. അപ്പൊ ആ കമന്റ് എവിടെയാ പോണത്? അതൊന്നുമല്ല, അതിന്റെ മേലെ കണ്ടോ, നമുക്ക് അതിലൊരു ക്രൈറ്റീരിയസ് അവിടെ കാണിക്കേണ്ട ക്രൈറ്റീരിയയിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്ത കമന്റ്സ് മാത്രം ഇവിടെ കാണിച്ചാൽ മതി. ഇത് കണ്ടോ മേലെ, അതൊന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമ്മുടെ പഴയ കമന്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അത് എവിടെയും പോയിട്ടില്ല, ഇതൊരു ബഗ് അല്ല, ഇത് യൂട്യൂബിന്റെ ഒരു കിടക്കാച്ചി അപ്ഡേറ്റ് ആണ്. നമുക്ക് പെട്ടെന്ന് നമ്മളിപ്പോ റെസ്പോണ്ട് ചെയ്ത കമന്റും വന്നു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യാത്ത കമന്റ്സ് നമ്മൾ കാണില്ല. അപ്പൊ അത് ഫിൽട്ടർ ചെയ്യാനുള്ള ഒരു ഫിൽറ്റർ ഓപ്ഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അത് അവിടെ ഡിസേബിൾ ചെയ്യാം. ഈ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.